നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നു. വിദ്യാർത്ഥി സഹപാഠികൾക്ക് അയച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ കൈയും കാലും വെട്ടുമെന്ന് അധ്യാപകൻ പറഞ്ഞു. അമ്മയും അമ്മയുടെ അസുഖത്തെയും അധ്യാപകൻ കളിയാക്കി. സ്റ്റാഫ് റൂം കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമാണെന്നും നിതിൻ ഓഡിയോയിൽ പറയുന്നു. നിതിനെ ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ റാം പുഴുത്ത പട്ടി എന്ന് വിളിച്ചതായി നിതിൻ രാജിൻ്റെ സഹോദരി ഭർത്താവ് ആരോപിച്ചു. നിതിൻ രാജിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലർച്ചെയോടെ മൃതദേഹം തിരുവനന്തപുരം ഉഴമലിക്കലിലെ വീട്ടിലെത്തിച്ചിരുന്നു. മൃതദേഹം കണ്ട് മാതാപിതാക്കൾ തളർന്നു വീണു. വെള്ളിയാഴ്ചയാണ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ നിലയിൽ നിതിനെ കണ്ടെത്തിയത്. കോളേജിലെ അധ്യാപകർ നിതിനെ ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ അധിക്ഷേപിച്ചിരുന്നുവെന്ന് കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട്. ആരോപണ വിധേയരായ ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ റാം, അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ അന്വേഷണ വിധേയമായി കോളേജ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. കോളേജിലെ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. നിതിൻ രാജിൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസിന് മുൻപിൽ നേരത്തെ പരാതിയുണ്ടെന്ന കോളേജിൻ്റെ വാദം പോലീസ് നിഷേധിച്ചു. ഇതുവരെ ഒരു പരാതിയും വിദ്യാർത്ഥിയെക്കുറിച്ച് ലഭിച്ചിട്ടില്ല എന്നാണ് ചക്കരക്കൽ പോലീസിൻ്റെ മറുപടി. അതേസമയം സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് SFIയും KSUവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജന്മനാട്ടിൽ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. കോളേജിലെ 2 അധ്യാപകർ ജാതി പറഞ്ഞ മകനെ നിരന്തരം അധിക്ഷേപിക്കാറുണ്ടായിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ റാഗിങ്ങിനും ഇരയായി. ഇതെല്ലാം മകൻ അധ്യാപകരോടും വകുപ്പ് മേധാവികളോടും പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായില്ലെന്ന് മാത്രമല്ല, കടുത്ത അവഗണനയും അധിക്ഷേപവും നേരിടേണ്ടി വന്നു. ഇതിൽ മനംനൊന്താണ് മകൻ ജീവനൊടുക്കിയതെന്നാണ് പിതാവിൻ്റെ പരാതി. നിതിൻ രാജ് താമസിച്ച ഹോസ്റ്റൽ തടവറ പോലെയായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. 2 മാസം മുമ്പ് പനിച്ചു കിടന്നപ്പോൾ ഒറ്റയ്ക്കൊരു മുറിയിലേക്ക് മാറ്റി. ആ ദിവസങ്ങളിൽ സഹപാഠികളെ അകറ്റി നിർത്തി. അവരുമായിട്ടുള്ള ആശയവിനിമയം പോലും ഹോസ്റ്റൽ അധികൃതർ തടഞ്ഞുവെന്നും നിതിൻ രാജിൻ്റെ ബന്ധുക്കൾ പറയുന്നു. പറഞ്ഞറിയിക്കാനാകാത്ത പീഡനങ്ങളാണ് കോളേജ് അധികൃതരിൽ നിന്നും ചില വിദ്യാർത്ഥികളിൽ നിന്നും നേരിട്ടത്. റാഗിങ്ങും ജാതി അധിക്ഷേപവും നിറം പറഞ്ഞുള്ള അധിക്ഷേപവും നിരന്തരമുണ്ടായി. ഒറ്റപ്പെടുത്തുന്ന സമീപനമുണ്ടായി. പരാതികൾ അധികൃതർ ചെവിക്കൊണ്ടില്ല. സ്ഥിതി രൂക്ഷമായപ്പോൾ പഠനം മതിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയിരുന്നതാണ്. അപ്പോൾ താൻ ഉൾപ്പെടെയുള്ളവർ അവനെ സമാധാനിപ്പിച്ച് പഠനം തുടരാൻ പ്രേരിപ്പിച്ചു. ഈ ഘാതകന്മാരുടെ ഇടയിലേക്കാണല്ലോ ഞങ്ങളുടെ കുട്ടിയെ വിട്ടുകൊടുത്തതെന്ന് ആലോചിക്കുമ്പോൾ താങ്ങാനാവില്ലെന്ന് ഒരു ബന്ധു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ചില സീനിയർ വിദ്യാർത്ഥികൾ ശാരീരികമായി പീഡിപ്പിക്കുന്നതായി ചില വിദ്യാർത്ഥികൾ തങ്ങളോട് കോളേജിലെത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ചാലക്കാട് പുതുകുളങ്ങര പെയിൻറ്റിംഗ് തൊഴിലാളിയായ YL രാജിൻ്റെയും CR ലതയുടെയും മകനാണ് നിതിൻ രാജ്. മകൻ്റെ മരണത്തിന് പിന്നിൽ ക്രൂരമായ അധിക്ഷേപങ്ങളാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നിറം പരാമർശിച്ചും അധിക്ഷേപങ്ങളുണ്ടായി. സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ റാഗിങ്ങിനിരയായി. ഇതെല്ലാം പരാതിപ്പെട്ടിട്ടും പ്രയോജനമുണ്ടായില്ല. കടുത്ത അവഗണനയും നേരിട്ടുവെന്നും കുടുംബം പറയുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടിയെടുക്കണമെന്നും ഉന്നതതല ഏജൻസികളെ കൊണ്ട് മകൻ്റെ മരണം അന്വേഷിക്കണമെന്നുമാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിൻ്റെ ഇടനാഴിയിലൂടെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആന്തരിക രക്തസ്രാവമാകാം മരണകാരണമെന്നാണ് നിഗമനം. നിതിൻ രാജ് വെള്ളിയാഴ്ച 12:30 ക്ലാസ്സിൽ കയറാതെ പുറത്തു നിൽക്കുന്നത് കണ്ടതായി കോളേജ് അധികൃതർ വെളിപ്പെടുത്തിയിരുന്നു. നിലവിൽ നിതിൻ രാജിൻ്റെ ഹോസ്റ്റൽ മുറി പോലീസ് പൂട്ടിയിരിക്കുകയാണ്.